ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെയും അതിൻ്റെ നിലനിൽപ്പിനെയും കുറിച്ചുള്ള ചിന്തകളും സത്യം തേടിയുള്ള യാത്രകളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവിധ വഴികളിലൂടെ മനുഷ്യൻ ദൈവത്തെ തേടുകയാണ്. ഓരോ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും മതാചാരങ്ങളുടെയും വഴി വ്യത്യസ്തമാണെങ്കിലും എല്ലാവരും ഒരേ സത്യത്തെ തേടിയുള്ള യാത്രയിലാണ്. ഇന്ന് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വിഭാഗീയതകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മതത്തിന് അപ്പുറത്ത് മാനവികതയ്ക്ക് പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ദൈവവും വിശ്വാസ ബഹുല സമൂഹവും എന്നതാണ്. ഗോഡ് ആൻഡ് പീപ്പിൾ ഓഫ് ഓൾ ഫെയ്ത്ത്. ദൈവവും വിശ്വാസ ബഹുല സമൂഹവും. നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ആമോസ് പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നൽകുന്ന ചിന്ത എല്ലാ ജനതയുടെയും വിമോചകനായ ദൈവം എന്നതാണ്. എല്ലാ ജനതയുടെയും വിമോചകനായ ദൈവം. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് എത്തി വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടം. ബാബേൽ പ്രവാസമെല്ലാം കഴിഞ്ഞ് ജനം സമൃദ്ധിയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം. സാമ്പത്തികമായ സമൃദ്ധി അവർക്കുണ്ട്, അതോടൊപ്പം രാഷ്ട്രപരമായ സുരക്ഷയും അവർക്കുണ്ട്. എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ട് ജനം മുൻപോട്ട് നീങ്ങുമ്പോൾ തങ്ങൾ ദൈവത്തിന്റെ ജനമാണെന്നും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്നുമുള്ള അഭിമാനം ഒരു അഹങ്കാരമായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവം ജനത്തിന് നൽകുന്ന താക്കീതാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. അവിടെ കറുത്ത വർഗ്ഗക്കാരനെന്നും ജാതിയിൽ കുറഞ്ഞവനെന്നും ഇസ്രായേൽ ജനം മാറ്റി നിർത്തിയ കൂശനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശനെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ഞാൻ ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ദൈവം തങ്ങളുടെ ദൈവമാണ് എന്നും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനതയാണ് ഞങ്ങളെന്നും ദൈവത്തിന്റെ വിമോചനത്തിന്റെ ഭാഗമായിട്ട് മാറിയ ജനതയാണ് ഞങ്ങളെന്നും സ്വയം അഭിമാനിച്ചിരുന്ന, ഒരു വേളയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ ജനതയുടെ അഭിമാനത്തിന് അഹങ്കാരത്തിന് ഏറ്റ ശക്തമായ താക്കീതാണ് ആമോസ് പ്രവചനം 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, മിസ്രൈമിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാരെ വിമോചിപ്പിച്ചതുപോലെ ഫിലിസ്ത്യരെയും അരാമ്യരെയും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചതും വിളിച്ച് വേർതിരിച്ചതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് യഹോവയായ ഞാൻ നിങ്ങളുടെ മാത്രം ദൈവമല്ല, സകലരുടെയും ദൈവമാണ്. എന്റെ വിമോചനത്തിന്റെ ഭാഗമായിട്ട് മാറിയത് ഇസ്രായേൽ ജനം മാത്രമല്ല, ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പീഡനത്തിലായിപ്പോയ, ഏകാന്തതയിലായിപ്പോയ, ഒറ്റപ്പെട്ടുപോയ അനേകം ജനതയുടെ വിമോചകനാണ് ഞാനെന്ന് ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനതയെ യഹോവയായ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് സകല ജാതികൾക്കും അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ വിളിയും നിയോഗവും മറന്ന് ദൈവം നൽകിയ പ്രത്യേകമായ പദവിയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകുന്ന ശക്തമായ താക്കീതാണ് ഈ പ്രവചനം. ഒരുപക്ഷെ അത് ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ദൈവത്തെ തങ്ങളുടേതാക്കി മാത്രം ചിത്രീകരിക്കുന്ന യാഥാസ്ഥിതികമായ എല്ലാ ചിന്തഗതികളോടുമുള്ള വെല്ലുവിളിയാണ് ആമോസ് പ്രവചനം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വിമോചന ദൗത്യത്തിന്റെ ഭാഗമായി നമുക്കും മാറുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമോസ് പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ ദൈവം എല്ലാ ജനതയുടെയും വിമോചകനാണ് എന്നതാണ്. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വേദഭാഗം അത് നമുക്ക് നൽകുന്ന ചിന്ത മതത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്കുള്ള ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ്. മതത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് കരുണയുടെയും നീതിയുടെയും മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരിലേക്കും പകരപ്പെടുന്ന ദൈവത്തിന്റെ കൃപ. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, പാരമ്പര്യമായിട്ട് നിങ്ങൾ തുടരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് വിശ്വാസത്തിന്റെ ആഴം കണ്ടെത്തുക എന്നതാണ്. പരിച്ഛേദനയെക്കുറിച്ച് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത യഹൂദ ക്രൈസ്തവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും പരിച്ഛേദനയേറ്റത് ശരീരത്തിലാണ്,
എന്നാൽ സത്യത്തിൽ പരിശോധന ഏൽക്കേണ്ടുന്നത് ശരീരത്തിലല്ല, ഹൃദയത്തിലാണ് മുറിവ് സംഭവിക്കേണ്ടുന്നത്, ഹൃദയത്തിലാണ് പരിച്ഛേദന സംഭവിക്കേണ്ടുന്നത്. അതുകൊണ്ട് ജഡീകമായ പരിച്ഛേദനയല്ല ആവശ്യം, ആത്മാവിലുള്ള പരിച്ഛേദനയാണ് ആവശ്യം. ജഡപ്രകാരം ജനിക്കുന്നവനല്ല യഹൂദൻ, ആത്മാവിൽ ജനിക്കുന്നവനാണ് യഹൂദൻ. പാരമ്പര്യങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളെ വലുതായി കണ്ടുകൊണ്ട്, പാരമ്പര്യങ്ങളിൽ ഊറ്റം കൊണ്ടിരുന്ന യഹൂദ ക്രൈസ്തവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളൊരു യഥാർത്ഥ യഹൂദനായിട്ട് മാറണമെങ്കിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറണമെങ്കിൽ, അബ്രഹാമിന്റെ തലമുറയുടെ ഭാഗമായിട്ട് മാറണമെങ്കിൽ അത് ജഡത്തിൽ ജനിച്ചാൽ പോരാ, ആത്മാവിൽ ജനിക്കുന്നവരായിട്ട് മാറണം. യഥാർത്ഥമായ ദൈവത്തിന്റെ കൃപ അത് വ്യാപരിക്കുന്നത് പുറമേയുള്ള മാറ്റങ്ങളിലൂടെയല്ല, അകമേ സംഭവിക്കുന്ന രൂപാന്തരങ്ങളിലൂടെയാണ്. പുറമേയുള്ളത് പ്രകടനങ്ങൾ മാത്രമാണ്, അകമയാണ് യഥാർത്ഥമായ രൂപാന്തരം സംഭവിക്കുന്നത്. ഈ രൂപാന്തരം ആരാധനകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രകടമാകുമ്പോൾ മാത്രമാണ് അതിൽ ദൈവത്തിന്റെ കൃപ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. റോമർ 2-ാം അധ്യായം 27-29 വാക്യങ്ങളിൽ പൗലോസ് സഭയോട് പറയുന്നത്, ഇതര വിശ്വാസികളിൽ, ഇതര മനുഷ്യരിൽ, അന്യർ എന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്നതിൽ കാണുന്ന നന്മയെ ബഹുമാനിക്കുക, അംഗീകരിക്കുക എന്നതാണ്. അതോടൊപ്പം സഭയോട് പറയുന്നത് റോമർ 2:24, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ മാതൃകയുള്ള ഒരു ജീവിതം ഇതര വിശ്വാസങ്ങളുടെ മധ്യേ നിർവഹിപ്പാനുള്ള ഒരു ശക്തമായ ബോധ്യമാണ് റോമ സഭയ്ക്ക് പൗലോസ് നൽകുന്നത്. പ്രിയ ദൈവജനമേ, ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരാണ് നാം. പാരമ്പര്യങ്ങളിൽ ക്രൈസ്തവരാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് നാം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? ഈയിടയ്ക്ക് ക്രിസ്തുവിനെ മുഖ്യ വിഷയമാക്കി ഇറങ്ങിയ ഒരു കവിത, അതിലെ വ്യാഖ്യാനങ്ങൾ ചില ക്രൈസ്തവരെങ്കിലും ചൊടിപ്പിച്ചതാണ്. മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ആ കവിത എഴുതിയ വ്യക്തിക്കെതിരെ അനേകം ക്രൈസ്തവ ഗോളങ്ങളിൽ നിന്നും ക്രൈസ്തവ സംഘടനകളിൽ നിന്നും കടന്നു വന്നത്. ക്രിസ്തുവിനെ പുച്ഛിക്കുന്ന തരത്തിൽ, ക്രിസ്തുവിനെ കളിയാക്കുന്ന തരത്തിൽ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഒരു കവിത പോലും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം പോലും അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ തെറ്റായ പ്രവൃത്തികളിലൂടെ എത്രയോ വട്ടം ക്രിസ്തുവിന്റെ നാമത്തെ നാം ദുഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത്. പലയിടങ്ങളിലും നാം അസഹിഷ്ണുരായിട്ട് മാറുന്നത് ക്രിസ്തുവിന്റെ നാമം സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ ആ ക്രിസ്തുവിന്റെ നല്ല പ്രവൃത്തികളെ, നല്ല സ്വഭാവത്തെ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ എങ്ങനെയാണ് ജാതികളുടെ മധ്യേ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് നമുക്ക് നിലനിൽപ്പാനായിട്ട് കഴിയുക? വിശുദ്ധ ദിവസം നമ്മോട് പറയുന്നത്, പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അതിരുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ചാണ്. മൂന്നാമതായി യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ അത് നമുക്ക് നൽകുന്ന ചിന്ത ഒരു നവ ക്രൈസ്തവ സഭയെ കുറിച്ചാണ്, ഒരു നവ ക്രിസ്തു സഭയെ കുറിച്ചാണ്. ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമായിട്ട് മാറുന്ന ഒരു സഭ. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ കർത്താവിന്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. അത് പ്രകാരമാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. പലപ്പോഴും ക്രിസ്തുവിന്റെ ജനമായി, ക്രൈസ്തവരായി നാം ഒരു സഭയുടെ തൊഴുത്ത് ക്രമീകരിച്ച് അതിനുള്ളിൽ നമ്മെ പ്രതിഷ്ഠിപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാം നോക്കേണ്ടുന്നത് തൊഴുത്തുകളെയല്ല, അതിനപ്പുറത്ത് ഇടയനെ നോക്കി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കേണ്ടതുണ്ട്. കാരണം ക്രിസ്തു സ്ഥാപിക്കുന്ന ഒരു പുതിയ സഭ അത് നാം പ്രതീക്ഷിക്കാത്ത ആടുകൾ ഉൾപ്പെടുന്നതാണ്. നാം പ്രതീക്ഷിക്കാത്ത തൊഴുത്തുകളിൽപ്പെട്ട ആടുകളും ഉൾപ്പെടുന്നതാണ്. ഈ ആടുകളുടെ പ്രത്യേകത ഇതാണ്, ആ ആടുകൾ ഇടയന്റെ ശബ്ദം അറിയുന്നുണ്ട്, ഇടയനെ അനുഗമിക്കുന്നുണ്ട്. ആ ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നുണ്ട്, ഇടയനെ അനുഗമിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഈ ഇടയന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുകയും ഈ ഇടയനെ അനുഗമിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന പുതിയ ക്രിസ്തു സഭയുടെ ഭാഗമായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുക. അന്യരെന്നും ഇതര വിശ്വാസികളെന്നും മുദ്രകുത്തി നാം മാറ്റി നിർത്തുന്ന പലരും ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടാകാം. ആരൊക്കെയാണോ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നത്, ആരൊക്കെയാണോ അവനെ അനുഗമിക്കുന്നവര്, അവരാണ് ക്രിസ്തു സഭയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇതര വിശ്വാസികൾക്ക് ഇടയിലേക്കുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തെ, വിശാലമായ കരുതലിനെയാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ വിവരിക്കുന്നത്.
ഒരു ഇടയൻ എങ്ങനെയാണോ തൻ്റെ ആടുകളെ കരുതുന്നത്, അതേ കരുതൽ ദൈവം സകല ജനതയ്ക്കും നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തൻ്റെ ശബ്ദം കേൾക്കുന്ന, തന്നെ അനുഗമിക്കുന്ന തൻ്റെ ആടുകൾക്ക് കർത്താവ് യഥാർത്ഥമായ കരുതലായി, യഥാർത്ഥമായ സംരക്ഷകനായിട്ട് മാറുന്നു എന്നതാണ്. അനേകം വിശ്വാസങ്ങളാൽ നിറയപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും മറ്റു വിശ്വാസങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തുവാനും അകറ്റി നിർത്തുവാനും നാം ശ്രമിക്കുമ്പോൾ ഈ ദിവസത്തെ ചിന്ത നമുക്ക് നൽകുന്നത് ഒരു വലിയ ബോധ്യമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്, സർവ്വ ലോകത്തിന്റെയും ദൈവമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏക ദൈവമാണ്, സകല മനുഷ്യരുടെയും ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് യഹൂദന്മാരെ മാത്രം വിമോചിപ്പിക്കുന്നവനല്ല, ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കുന്നവനല്ല, സർവ്വലോകത്തിന്റെയും വിമോചകനാണ്. ഏതൊക്കെ ഇടങ്ങളിൽ, ഏതൊക്കെ മനുഷ്യർ പീഡനങ്ങളിൽ, വേദനകളിൽ കിടന്ന് നിലവിളിക്കുന്നു, അവരുടെ അരികിലേക്ക് വിമോചകനായി കടന്നുപോയി അവരെ കരുതുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പുതിയ നിയമത്തിൽ ലേഖന വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ഇതര ജാതികളുടെ മധ്യേ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക എന്നതാണ്. ദൈവനാമം ദൂഷിപ്പിക്കാതെ ഇതര വിശ്വാസങ്ങളുടെ മധ്യേ മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് കഴിയണം. അതോടൊപ്പം തന്നെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ദൈവത്തിന്റെ കൃപയെ, കരുതലിനെ തിരിച്ചറിയുവാൻ കഴിയണം. സുവിശേഷ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ക്രിസ്തു സ്ഥാപിക്കുന്ന ഒരു പുതിയ ക്രിസ്തു സഭയെ കുറിച്ചാണ്. ഒരിടയനും ഒരു ആടുമായിട്ട് മാറുന്ന ഒരു സഭ. അവിടെ ഇടയന്റെ ശബ്ദം ആരാണോ കേൾക്കുന്നത്, ആരാണോ ഇടയനെ അനുഗമിക്കുന്നവര്, അവരാണ് ആ സഭയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇതര വിശ്വാസങ്ങളുടെ മധ്യേ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ നയിപ്പാൻ, മാനവികതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിപ്പാൻ, ഓരോ മനുഷ്യരിലും മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.